ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ടൂളാണ്. വാഹനം പോലെ നടന്നു പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. വാഹനം വന്നു, നമ്മളത് ഉപയോഗിക്കാൻ തുടങ്ങി. സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലാകണം എന്നൊരു നിബന്ധന മാത്രമാണുള്ളത്. നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഏത് ടൂളും ഉപയോഗിക്കാം. വാഹനം നമ്മെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആകണം, കൺസ്യൂമേഴ്സ് ആകരുത്. നിങ്ങൾ ഇതിൽ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാകണം, കേവലം ഉപയോഗിച്ച് തീർക്കുന്നവരാകരുത് എന്ന ഒരു ഉപദേശത്തിലൂടെ, നിർദ്ദേശത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതും. കൂടുതലും പണ്ഡിത വിദ്യാർത്ഥികളാണ്. പഠിക്കുന്ന സമയത്ത് ഇത്തരം ടൂളുകൾ, നമുക്ക് പ്രബോധനത്തിന് ടൂളുകൾ ഉപയോഗപ്പെടുത്തണം തീർച്ചയായും. പക്ഷെ പഠനം മറ്റു വിജ്ഞാന ശാഖകളെ പോലെയല്ല. ഇസ്ലാമിലെ വിജ്ഞാനം എന്ന് പറയുന്നത് പഴകും തോറും വീര്യം കൂടി വരുന്ന ഒന്നാണ്. ബാക്കി വിജ്ഞാനങ്ങൾ എങ്ങനെ പുരോഗമിക്കും തോറും മൂല്യം കൂടി വരുന്ന ഒന്നാണ്. ഏറ്റവും പുതിയ സയൻസ് ആണ് നമ്മൾ നോക്കുക. ഏറ്റവും പുതിയത് എന്താ? എന്നാൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ലേ. ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ ആലോചിക്കാൻ നിൽക്കുക. പഴമയിലേക്ക് പോകും തോറും വീര്യം കൂടി വരുന്നതാണ്. ഉപകരണങ്ങൾ ഉപേക്ഷിക്കും തോറും ശക്തി കൂടി വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഖിബ്ല നിർണയം, നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം, സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷെ എന്നാലും എങ്ങനെ പരമാവധി ഉപകരണങ്ങളില്ലാതെ ഖിബ്ല നിർണയിക്കാൻ പറ്റും എന്ന് കുറച്ച് പേർ ഇവിടെ മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. മാസം കാണാൻ നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ മനുഷ്യൻ, വിശ്വാസയോഗ്യനായ മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടത് തന്നെ വേണം നമുക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് തെളിവായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം മനുഷ്യൻ, എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം എന്താ ചെയ്യാം? മനുഷ്യനും മൃഗവും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ച്. ഇസ്ലാം എന്ത് ചെയ്യുന്നു? മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മാനവികത എന്ന, മനുഷ്യത്വം എന്ന ഒന്ന് നിലനിർത്തൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ദൗത്യമാണ്. മനുഷ്യൻ മൃഗങ്ങളെ പോലെയാണ് എങ്കിൽ മൃഗങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യാം, മൃഗങ്ങളിൽ സ്വർഗരതിയുണ്ട്, മനുഷ്യനിലും ആകാം എന്ന് സിദ്ധാന്തിക്കുന്നത് ഈ പറഞ്ഞ മനുഷ്യത്വത്തെ മാറ്റി അതിനു പകരം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മൃഗീയതയെ സന്നിവേശിപ്പിക്കുമ്പോഴാണ്. ഇതേ പ്രശ്നം AI ഉപയോഗിക്കുന്നിടത്തും വരും. ഇവിടെ ഷിഹാബ് സാർ സൂചിപ്പിച്ചു, നിരീശ്വര ചിന്ത ഉള്ള ആളുകളാണ് നിർഭാഗ്യവശാൽ ഇതിനെ നിലവിൽ നയിക്കുന്നത് എന്ന്. അപ്പൊ മനുഷ്യനും യന്ത്രങ്ങളും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ച് ചർച്ച ചെയ്ത് യന്ത്രങ്ങളിലേക്ക് മനുഷ്യനെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാം എന്തു ചെയ്യുന്നു? പരമാവധി മാനുഷികത്വത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിലെല്ലാം? ഇപ്പോ എത്ര വലിയ CCTV വിഷ്വൽസ് ലഭ്യമായാലും സാക്ഷിമൊഴിയുടെ സ്ഥാനത്ത് അത് വരില്ല. കാരണം മാനുഷികതയെ പരിഗണിക്കലാണത്. എത്ര വലിയ കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് ലഭ്യമായ കുറ്റ നിവാരണ വിവരങ്ങളെല്ലാം നൽകിയാലും ആ കമ്പ്യൂട്ടർ നൽകുന്ന, ചൂണ്ടിക്കാണിക്കുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. അതൊരു യോഗ്യതകളുള്ള മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും വിധിന്യായം വരണം. ജഡ്ജ്മെന്റും വിറ്റ്നസ് ഖലാഉം അതുപോലെ ഷഹാദത്തുമെല്ലാം മനുഷ്യനിലൂടെ തന്നെ സംഭവിക്കണം. അപ്പൊ മനുഷ്യത്വത്തെ നിലനിർത്താൻ ഇവിടെ ഇസ്ലാം ഈ AI കാലത്ത് വളരെ പ്രസക്തമാണ് എന്ന ആമുഖത്തിലൂടെ ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ എല്ലാ വിപ്ലവങ്ങളും എപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്താണ് ഇവയുടെ ലക്ഷ്യം? മനുഷ്യന്റെ ജീവിതം സൗകര്യപ്പെടുത്തലാണെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പമാണ്. ലക്ഷ്യം അതാണെങ്കിൽ മനുഷ്യന് സന്തോഷം നൽകാൻ, മനുഷ്യന് ആയാസം നൽകാൻ സാങ്കേതിക വിദ്യകൾ സ്വാഗതാർഹമാണ്. എന്നാൽ ലക്ഷ്യം തന്നെ ഈ സാങ്കേതിക വിദ്യകളായാലോ? മനുഷ്യന്റെ സന്തോഷം അവിടെ പ്രസക്തമാകാതെ, മനുഷ്യന്റെ ബന്ധങ്ങൾ തകർന്നാലും, മാനുഷികത ഇല്ലാതായാലും, ലോകം ഇങ്ങനെ സൗകര്യങ്ങൾ കൊണ്ട് പുരോഗമിക്കുക എന്നതൊരിക്കലും മനുഷ്യന്റെ ലക്ഷ്യമാക്കാൻ പാടില്ല എന്നാണ് ഈ സാങ്കേതിക രംഗത്ത് ഇസ്ലാം അല്ലെങ്കിൽ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഇബ്നു സീനയെ കുറിച്ച് സൂചിപ്പിച്ചു. ഇബ്നു സീന ഒരു കൾട്ടാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മുദ്രയാണ്. മതവിജ്ഞാനത്തെയും പൊതുവിജ്ഞാനത്തെയും സമ്മേളിച്ചതിന്റെ ഒരു മുദ്ര. പക്ഷെ ആ സമ്മേളിപ്പിക്കുന്ന സമയത്ത് എന്തു വേണമെന്ന് ചോദിച്ചാൽ അടിസ്ഥാനമാക്കേണ്ടത് മതവിജ്ഞാനത്തിന്റെ തത്വങ്ങളാകണം. അതിനെതിരുള്ള പൊതുവിജ്ഞാനങ്ങളെ ഒന്നുകിൽ നിർമ്മലീകരിക്കണം, അതിന്റെ അശുദ്ധിയെ നീക്കം ചെയ്തുകൊണ്ട് സന്നിവേശിപ്പിക്കണം. അല്ലെങ്കിൽ ഇബ്നു സീന ഇവിടെ വരുത്തിവെച്ച പ്രയാസങ്ങൾ ഉണ്ടാകും. ഇബ്നു സീന അങ്ങനെ ഒരു പ്രയാസകരമായ സമന്വയം സാധ്യമാക്കിയപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് ഗസാലിയൻ മോഡൽ ഇവിടെ രൂപപ്പെട്ടു വന്നത്. അപ്പോ നമുക്ക് നമ്മുടെ വിഷയാവതരണത്തിലേക്ക് വരാം. AI സാങ്കേതിക വിദ്യയും ഇസ്ലാമും, വെല്ലുവിളികളും പരിഹാരങ്ങളും.
വെല്ലുവിളി ഉണ്ടോ? ഒരിക്കലും വെല്ലുവിളിക്കാൻ കഴിയില്ല. ഈ വെല്ലുവിളി എന്ന ചലഞ്ച് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം കുറച്ച് പ്രയാസകരമായത് എന്നേ ഉള്ളൂ, അല്ലാതെ അതിജയിക്കുന്നത് എന്ന അർത്ഥമില്ല. ആ അർത്ഥത്തിൽ ഖുർആനിന് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചാൽ ഭാഷാപരമായി വെല്ലുവിളിയാണ് എന്ന് പറയാം. അതിനർത്ഥം ഖുർആനിന് ഇത് പരാജയപ്പെടുത്തുന്നു എന്നാണോ? അല്ല, ഖുർആനിന്റെ അഹ്ലുകാർ കുറച്ച് പണിയെടുക്കേണ്ടി വരും എന്ന് മാത്രമേ ചലഞ്ച് എന്ന പദത്തിന് ഇംഗ്ലീഷിൽ എന്തായാലും അർത്ഥമുള്ളൂ. മറ്റു ഭാഷകളിലെ അർത്ഥം ഈ നാമകരണത്തിന് സ്വീകരിച്ചിട്ടുമില്ല. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? മനുഷ്യൻ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളെ മനുഷ്യന്റെ ആവശ്യമില്ലാതെ ചെയ്യാൻ നമുക്കൊന്ന് കഴിയും. പഠിക്കാൻ, ചില പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഇവിടെ മനോഹരമായ അവതരണം കഴിഞ്ഞു. ഇനി ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇത് മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിക പണ്ഡിതർക്ക് വെല്ലുവിളി ഉള്ളത്? അവരുടെ ശേഷി വിശുദ്ധ വിജ്ഞാനീയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ഉള്ളത്. ഒന്ന്, ശരീഅത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ശരീഅത്തിനെ ബാധിക്കുന്നില്ല, ഇസ്ലാമിക നിയമങ്ങളെ ബാധിക്കുന്നില്ല. പകരം പുതിയ സങ്കേതങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ നിയമങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്ക് വരുന്നു. അത് മനോഹരമായി തന്റെ വിഷയാവതരണത്തിന്റെ അവസാനത്തിൽ ഹസ്രത്ത് ഉസ്താദ് സൂചിപ്പിച്ചു തരികയും ചെയ്തു. ഒന്ന് അതാണ്. രണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിനെ, വിശുദ്ധ ഖുർആനിന്റെ അസാധാരണത്വത്തെ, അമാനുഷികതയെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നല്ല, എങ്ങനെ അത് എൻഗേജ് ചെയ്യുന്നു. മൂന്ന്, മനുഷ്യന്റെ ഇഖ്തിയാറിനെ, ഫ്രീ വില്ലിനെ, ഇച്ഛാ സ്വാതന്ത്ര്യത്തെ, പ്രവർത്തന സ്വാതന്ത്ര്യത്തെ, കർമ്മങ്ങളുടെ ഉത്തരവാദിത്തത്തെ എങ്ങനെ ബാധിക്കുന്നു. നാല്, ദൈവിക സന്ദേശത്തിന്റെ പ്രസക്തിയെ അതെങ്ങനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു. ഒന്നാമത്തേത് ഇസ്ലാമിക നിയമങ്ങൾ. ഇപ്പൊ നമ്മൾ ആമസോണിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യും, നമ്മൾ വിൽപ്പനക്കാരനെ കാണുന്നില്ല, പൈസ കൊടുക്കുന്നു, സാധനം വീട്ടിലൊരാൾ കൊണ്ടെത്തിച്ചു തരുന്നു. ഇത് ഫിഖ്ഹി വിഷയങ്ങൾ ഉസ്താദുമാരോട് കൺഫേം ചെയ്തത് ഇവിടെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് നമുക്ക് അനുവദിക്കപ്പെടാവുന്ന കാര്യമാണ്. കാരണം മനുഷ്യനാണ് കൊണ്ടുതരുന്നത്. കച്ചവടം, മറ്റു കാര്യങ്ങളൊക്കെ നടന്നതിനെ ഫിഖ്ഹിന്റെ പരിഗണനയിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായ ഒരു നിർമ്മിത ബുദ്ധിയുമായി ആണ് നമ്മുടെ വ്യവഹാരങ്ങൾ ഇനി ഭാവിയിൽ നടക്കാൻ പോവുക. അപ്പോൾ കർമ്മശാസ്ത്രം അതിന് എന്തു പരിഗണനയാണ് നൽകുക? അത് എങ്ങനെയാണ് നിലവിലെ വിരചിതമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിന്റെ നിയമങ്ങൾ കണ്ടെത്താൻ കഴിയുക? ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ വരും. ഒരു വിഭാഗം പറയും പുതിയ ഗവേഷണങ്ങൾ വേണം, നിലവിലുള്ളത് പര്യാപ്തമല്ല. മറ്റൊരു വിഭാഗം പറയും നിലവിലുള്ളത് പര്യാപ്തമാണ്, അത് വായിച്ചെടുക്കാൻ ഉള്ള ശേഷി ആർജിച്ചാൽ മാത്രം മതി എന്ന്. ഇതിൽ ഞാൻ രണ്ടാമത്തെ വിഭാഗത്തെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്. കാരണം ഈ രണ്ടാമത്തെ വിഭാഗമാണ് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു ആളുകൾ ഫത്വകൾ ചോദിക്കുമ്പോൾ കിതാബുകളിൽ നിന്ന് ഫത്വകൾ കണ്ടെത്തി കൊടുക്കുന്നവർ പറയുന്നത് ഏത് പ്രശ്നങ്ങൾ വന്നാലും കിതാബുകളിൽ തന്നെ അതിന്റെ പരിഹാരമുണ്ട് എന്നാണ്. എന്നാൽ നിലവിലുള്ളത് പര്യാപ്തമല്ല എന്ന് പറയുന്നവരോ, അവരോട് നമ്മൾ ഒരു ഫത്വ ചോദിച്ചാൽ അത് പറയാനുള്ള അറിവില്ലാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും രണ്ടാം വിഭാഗത്തെയാണ് നാം കണക്കിലെടുക്കുന്നത്. നിലവിലുള്ള നമ്മുടെ ഇമാമിയങ്ങൾ അവർ സാങ്കല്പികമായി ചിന്തിച്ചുകൂട്ടി, കറാമത്ത് കൊണ്ട് ചിന്തിച്ചുകൂട്ടി, കറാമത്ത് കൊണ്ട് ഫത്വ പറയാൻ പറ്റില്ല, ചിന്തിച്ചുകൂട്ടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ അവിടെ ബുദ്ധി ഉപയോഗപ്പെടുത്തി പ്രമാണങ്ങളിൽ നിന്നും അതിന്റെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വായിച്ച് ആളുകൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അതത് കാലത്തെ പണ്ഡിതർക്ക് വരും. അതാണ് കർമ്മശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് AI കാലത്ത് പണ്ഡിതർക്ക് വരുന്ന ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോ വിറ്റ്നസ്, അതുപോലെ തന്നെ ജഡ്ജ്, ഇജ്തിഹാദിന്റെ വാതിലടഞ്ഞാലും ചില വിഷയങ്ങളിൽ മനുഷ്യൻ അധ്വാനിക്കേണ്ടി വരും. ഇതൊരു AI ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ? ഖുർആൻ ആയത്തുകൾ കൊടുത്തു, ഹദീസുകൾ കൊടുത്തു, നിലവിലുള്ള ഫത്വകൾ അതിലേക്ക് കൊടുത്തു, എന്നിട്ട് നമ്മുടെ പ്രശ്നം കൊടുത്തു, പരിഹാരം തരും എന്ന്. ചിലപ്പോൾ ഏറ്റവും നല്ല പരിഹാരം തരും, ഏറ്റവും കറക്റ്റ് ആൻസർ തരും. പക്ഷെ അത് ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. കാരണം ഇസ്ലാം മനുഷ്യന്റെ ബുദ്ധിയെ ആദരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ബുദ്ധിയെ, 5 കാര്യങ്ങളെ ശരീഅത്ത് പരിഗണിക്കുന്നു വരെ നമുക്കറിയാം. ശരീഅത്തിന്റെ മഖാസിദ് അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന, ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെ അള്ളാഹു ആദരിക്കുന്നു, മനുഷ്യനെ അള്ളാഹു ആദരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ നിർണിതമായ പരിധികളെ ഭേദിക്കാൻ ഒരു സാങ്കേതിക വിദ്യയെയും ശരീഅത്ത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിനെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധ്യത. എലോൺ മസ്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എലോൺ മസ്ക്
അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുകയാണ്, നമ്മൾ മനുഷ്യരല്ല. അല്ലെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണ് എന്ന് നമുക്ക് തോന്നുകയാണ്, നമ്മൾ സ്വതന്ത്രരല്ല. മറ്റാരോ കളിക്കുന്ന വീഡിയോ ഗെയിമിലെ കഥാപാത്രങ്ങളാണ് നാം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. വി ആർ ജസ്റ്റ് സ്റ്റിമുലേഷൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഏതാകട്ടെ, അദ്ദേഹം പുതിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, ന്യൂറാലിങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ മനുഷ്യന്റെ മുടിയേക്കാൾ നേർമയുള്ള ഇലക്ട്രോഡുകൾ തലയിലൂടെ ബ്രെയിനിലേക്ക് ഘടിപ്പിക്കുക. അങ്ങനെ ഘടിപ്പിച്ചാലോ നമ്മൾ ചിന്തിക്കുന്ന കാര്യം അത് പെട്ടെന്ന് എഴുതി വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും, മറക്കില്ല നമ്മളൊരു കാര്യവും. നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എൻഹാൻസ്മെന്റ് തരും, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും, എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ മനുഷ്യനെ സൂപ്പർ ഹ്യൂമനാക്കി മാറ്റാൻ വേണ്ടി ന്യൂറാലിങ്കുകൾ പരീക്ഷിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഇത്തരം വലിയ സാധ്യതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്റെ മുമ്പിൽ മറ്റൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിലും ഈ ന്യൂറാലിങ്കുകളുണ്ട്, എനിക്കുമുണ്ട്. അദ്ദേഹം എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്താണ് ഇപ്പോൾ ചിന്തിച്ചത് എന്ന്. അപ്പോൾ ഞാൻ എന്റെ മറുപടി ചിന്തിച്ചാൽ മതി, അയാൾക്ക് മനസ്സിലാവും, സംസാരിക്കേണ്ടതില്ല. ഭാഷ അപ്രസക്തമാകുമെന്ന ആശങ്ക പലരും അഭിപ്രായപ്പെടുന്നു. അങ്ങനെ വന്നാൽ ഭാഷ, ഇവിടെ ഹസ്രത്ത് ഉസ്താദ് സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതകളിൽ പ്രധാനം അതിന്റെ ഭാഷയാണ്. ഭാഷ അപ്രസക്തമാകുകിൽ ഭാഷ അതിപ്രധാനമായ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആനിന്റെ ഇജാസ് സ്ഥാപിക്കാൻ പണ്ഡിതർക്ക് വെല്ലുവിളിയാകും, കഴിയും. അത് അള്ളാഹു സാധിപ്പിക്കും, ഓരോരുത്തർക്ക് അതിനുള്ള തൗഫീഖ് നൽകും. നമ്മൾ നമ്മുടെ ശ്രദ്ധ പോകേണ്ട മേഖലകൾ സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രം. എന്നാൽ അങ്ങനെ ഭാഷ അപ്രസക്തമാകുമോ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഭാഷയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഹരാരി അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ഈ പരമ്പരയിലെ ആദ്യ പുസ്തകമായ സാപ്പിയൻസിൽ പറയുന്നുണ്ട്, മനുഷ്യൻ എങ്ങനെയാണ് മൃഗങ്ങളെ അതിജയിച്ചത്. മനുഷ്യനേക്കാൾ വികസിച്ച മസ്തിഷ്കമുള്ള ജന്തുക്കൾ ഇവിടെ ജീവിച്ചിരുന്നു. നിയാൻഡർതാൽ, മനുഷ്യന്റെ ബ്രെയിനേക്കാൾ വലുപ്പമുണ്ട് അവരുടെ ബ്രെയിൻ. മനുഷ്യനേക്കാൾ ശാരീരിക ക്ഷമതയുള്ള ജീവികളും ജീവിച്ചിരുന്നു. മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വികസിച്ച മസ്തിഷ്കമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെയുള്ള ജീവികൾ എങ്ങനെയാണ് മനുഷ്യനെ അതിജയിച്ചത്? മനുഷ്യന്റെ ശാരീരിക ശേഷി കൊണ്ടല്ല, ഒരിക്കലും കേവലം ബുദ്ധി കൊണ്ടുമല്ല, മറിച്ച് ഭാഷ ഉപയോഗിക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ്. എന്താണ് ഭാഷ, എഴുത്ത് എന്നൊക്കെ പറയുന്നത്? മനുഷ്യന് 3 വഴിയിലൂടെ അറിവ് നേടാൻ കഴിയും. നിങ്ങൾ അത് മനസ്സിലാക്കിയവരാണ്. 1 ബുദ്ധിയാണ്, സ്വതന്ത്രമായ വിജ്ഞാന മാർഗമാണ്. 2 നമ്മുടെ അനുഭവങ്ങളാണ്. 3 ഖബർ എന്ന് നമ്മൾ പറയുന്ന ടെസ്റ്റിമണിയൽ നോളജ് എന്ന് പറയുന്ന സത്യവാർത്തകളാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ബുദ്ധി എനിക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും, ബുദ്ധി ഉപയോഗിക്കാൻ കഴിയും. അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് കാണാം, കേൾക്കാം, എല്ലാം ചെയ്യാം. എന്നാൽ മറ്റൊരാൾ കണ്ടത്, മറ്റൊരാൾ കേട്ടത്, മറ്റൊരാൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയത് ഞാൻ എങ്ങനെ അംഗീകരിക്കും? ഒന്നുകിൽ അതിനെ നിഷേധിക്കണം. അങ്ങനെ നിഷേധിച്ചാൽ മനുഷ്യന്റെ അറിവിന്റെ ലോകം ചുരുങ്ങും. കാരണം ഞാൻ സ്വതന്ത്രമായി കണ്ടെത്തിയത് തന്നെ അംഗീകരിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങും. അപ്പം മറ്റു മനുഷ്യർ കണ്ടെത്തിയത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ മൂന്നാമതായി ഞാൻ പറഞ്ഞ ഈ ഖബർ എന്ന ടെസ്റ്റിമണിയൽ നോളേജ് എന്ന അറിവിന്റെ മാർഗത്തെ അംഗീകരിക്കണം. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് കിട്ടാൻ ഭാഷ വേണം. മരിച്ച മനുഷ്യരിൽ നിന്ന് കിട്ടണമെങ്കിൽ എഴുത്ത് വേണം. നമുക്കറിയാം, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പേനായ മനുഷ്യ സമൂഹത്തിന് സമ്മാനിച്ചത്. കാരണം വികാസത്തിന്റെ ആ സമയത്ത് ഇനിയാണ് വേണ്ടത്, ഇനിയാണ് മുൻതലമുറയുടെ അറിവ് പിൽക്കാലക്കാർക്ക് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഇൽമിൽ ഉണ്ടായി. അപ്പൊ ഭാഷയാണ് മനുഷ്യന്റെ അറിവിനെ വികസിപ്പിച്ചത്. മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സവിശേഷതയും സംസാരിക്കുന്ന ജീവി എന്നാണല്ലോ മനുഷ്യനെ കുറിച്ച് പറയുക. അപ്പൊ അപ്രസക്തമാകില്ലെന്ന് നമ്മൾ കരുതുന്നു. ഇനി അപ്രസക്തമായാലും നമ്മളാ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും പറയുന്നു. 2ാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പൊ വിശുദ്ധ ഖുർആനിന് പകരം നിൽക്കുന്ന വചനങ്ങൾ ആളുകൾ കൊണ്ടുവന്നത് ഇവിടെ ഹസ്രത്ത് ഉസ്താദ് സംസാരത്തിൽ സൂചിപ്പിച്ചു. ഒരുപാട് ആളുകൾ ശ്രമിച്ചു. മക്കാരൊന്നും ശ്രമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അതങ്ങനെ തന്നെയാണല്ലോ. അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്കല്ലേ അത് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ള അറിവുണ്ടാവുക. സാധാരണക്കാരെ മനസ്സിലാക്കുക അത് കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നല്ല അറിവുള്ള ആൾക്കാർ പറയും അത് വേണ്ടട്ടോ, അത് കൊണ്ടുവന്നാൽ നമ്മൾ പരാജയപ്പെടും. ഖുർആനിന് പകരം ഒന്ന് കൊണ്ടുവരൂ എന്ന ആയത്ത് മക്കയിലാണല്ലോ അവതരിക്കുന്നത്. അന്ന് 114 സൂറത്ത് അവതീർണമായിട്ടില്ല, 50-ൽ താഴെ, അല്ലെങ്കിൽ 57, 50-ൽ താഴെ സൂറത്തുകൾ. അപ്പൊ 50-ൽ താഴെ സൂറത്തുകൾ കൊണ്ടുവരാനുള്ള വെല്ലുവിളി അവർ ഏറ്റെടുത്തില്ല. പിന്നീട് ചുരുക്കി ഒരു അധ്യായത്തിന് പകരം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുത്തവരുണ്ടായേക്കാം, പക്ഷെ പ്രസിദ്ധീകരിക്കപ്പെട്ടതായി നമുക്കറിയില്ല. പിൽക്കാലക്കാർ പലരും ശ്രമിച്ചു. കോവിഡിന്റെ സമയത്ത് ഒരു സൂറത്ത് കൂഫീദ്, കൊറോണ പുരാണം നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ
ഇത് ഖുർആനിന്റെ അജയ്യതയോട് ചേരില്ല എന്ന് തീരുമാനിക്കുക എന്ന ചർച്ച അതോടനുബന്ധിച്ച് ഒരുപാട് സജീവമാവുകയും ചെയ്തു. അപ്പൊ ഞാനൊരു കൗതുകത്തിന്, ഇപ്പൊ എഐക്ക് ഇക്കാലം അത്രയും രേഖിതമായ മുഴുവൻ അറിവുകളും ഉണ്ട്, ഭാഷയുടെ എല്ലാ നിയമങ്ങളും അറിയാം, എങ്കിൽ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ടു അക്സെപ്റ്റ് ദ ചലഞ്ച് ഓഫ് ഖുർആൻ ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ? അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. ChatGPT-യോട് ചോദിച്ചു, ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിന് പകരം നിൽക്കുന്ന ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന് ChatGPT-യോട് ചോദിച്ചു. അപ്പോ തന്ന കുറച്ച് വചനങ്ങളാണ്. ഇന്നാ അൻഅംനാ അലൈക ബിൽ ബയാൻ ഫഷ്കുർ റബ്ബക ബിൽ ഇഹ്സാൻ ഇന്ന മുബ്ഗിളക ഹുവൽ ഖുസ്റാൻ. ഇനി നിങ്ങൾ ചോദിച്ച വേറെയും കിട്ടും. എന്നിട്ട് സൂറത്തുൽ കൗസർ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം. അപ്പൊ എന്താണ് ഖുർആനിന്റെ അമാനുഷികത? ഇത് ബോധ്യമായാലല്ലേ നമുക്ക് എങ്ങനെയാണ് ഇനി ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തി ഖുർആനിനെതിരെ വരാൻ പോകുന്ന ഈ വചനങ്ങളെ നമ്മൾ, ഒന്നാമത്തേത് ഇതെല്ലാം പരിഗണിക്കേണ്ടതുണ്ടോ? അത് ചർച്ച വളരെ പ്രധാനമാണ്. അല്ല, എല്ലാം പരിഗണിക്കേണ്ടതില്ല, അതിന് മിനിമം ഒരു ക്വാളിറ്റി വേണം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിന് നമുക്ക് മുഅ്ജിസത്ത് എന്താണെന്ന് നോക്കിയിട്ട് ഇവിടേക്ക് വന്നാൽ ചർച്ച കൂടുതൽ എളുപ്പമാകും. എന്താണ് മുഅ്ജിസത്ത്? 2 കണ്ടീഷനാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, പ്രവാചകത്വവാദിയിൽ നിന്ന് വരണം, പ്രവാചകത്വവാദിയിൽ നിന്ന് സംഭവിക്കണം. രണ്ടാമത്തേത്, അത് പതിവിന് എതിരാകണം. പതിവിനെതിരെ എന്ന് പറഞ്ഞാൽ ട്രെയിൻ എപ്പോഴും 3:50 വരാറ്, ഇന്ന് 3:45 വന്നു. ഒന്ന് പതിവിന് വിപരീതമായി ട്രെയിൻ നേരത്തെ വന്നുല്ലോ നമ്മൾ ഭാഷയിൽ പറയും. ആ എതിരല്ല ഈ എതിര്. ഈ എതിര് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച നിയമത്തിനെതിരെ സംഭവിക്കലാണ്. ഉദാഹരണത്തിന്, മുകളിൽ നിന്ന് ചാടിയാൽ താഴെ വീഴലാണ് പ്രപഞ്ച നിയമം. മുകളിൽ നിന്ന് ചാടി താഴെ വീഴുന്നില്ല, പറന്നു പോകുന്നു, ഇത് പ്രപഞ്ച നിയമത്തിനെതിരാ. പക്ഷെ ഞാനൊരു പാരച്യൂട്ട് ഉപയോഗിച്ചിട്ടാണെങ്കിലോ, എങ്കിൽ പറക്കലാണ് പ്രപഞ്ച നിയമം. പാരച്യൂട്ട് ഉപയോഗിച്ച് മുകളിൽ നിന്ന് ചാടി പറന്നാലും പ്രപഞ്ച നിയമത്തിനെതിരല്ല, വിധേയത്വം മാത്രമാണ്. ഭൗതികമോ അഭൗതികമായ യാതൊരു മാധ്യമങ്ങളും ഉപയോഗിക്കാതെ മുകളിൽ നിന്ന് ചാടി ഞാൻ പറക്കുകയാണെങ്കിൽ അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. പ്രപഞ്ച നിയമത്തിന് എതിര് സംഭവിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അത് അള്ളാഹുവിന്റെ സവിശേഷ ഇടപെടൽ വേണം. കാരണം ഒരു നിയമം സംവിധാനിച്ചവനല്ലേ അത് ലംഘിക്കാൻ കഴിയും. അതാണ് മുഅ്ജിസത്തുകൾ പ്രവാചകത്വത്തിന്റെ തെളിവാകുന്നത്. അന്ത്യദൂതരായി ഞാൻ നിയോഗിച്ച വ്യക്തിത്വത്തിന്റെ സ്വീകാര്യതയെ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ പരലോകത്ത് അവർക്ക് യാതൊരു ന്യായവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രപഞ്ച നിയമത്തെ, ഞാൻ തന്നെ സംവിധാനിച്ച പ്രപഞ്ച നിയമത്തെ തൽക്കാലം ഒന്ന് ലംഘിക്കുന്നു. അതാണ് മുഅ്ജിസത്തിന്റെ സാധുത. അപ്പൊ സത്യത്തിൽ ഈ മുഅ്ജിസത്തിനെ, ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിലൂടെ ജലപ്രവാഹം ഉണ്ടായത് മുഅ്ജിസത്താണ്. കാരണം കൈവിരൽക്കിടയിലൂടെ ജലം ഉണ്ടാവുക എന്നത് സാധാരണമല്ല. എന്നാൽ ആരും കാണാത്ത കുറച്ച് പൈപ്പ് ലൈൻസ് ഒക്കെ എന്റെ ബോഡിയുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്രിമമായിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. വിദ്യ ഉപയോഗിച്ചാൽ പിന്നത് സാധാരണമാണ്, അത് മുഅ്ജിസത്തിന് ഭീഷണിയല്ല. ഇപ്പൊ സിഹിർ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റും. സിഹിർ ഉപയോഗിച്ച് ചെയ്യൽ സാധാരണമാണ്, സിഹിർ ഉപയോഗിക്കാതെ ചെയ്യലാണ് അസാധാരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായ മുഅ്ജിസത്തുകൾ എന്തുകൊണ്ടാണ് അസാധാരണം തന്നെയാകുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹിർ പഠിച്ചതിന് തെളിവില്ല. 40 കൊല്ലം എല്ലാവർക്കും ഇടയിൽ ജീവിച്ച വ്യക്തിത്വം, ആരും കാണാതെ പോയി. ഒരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചതിന് തെളിവില്ല. ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കാതെയും വിദ്യകൾ പഠിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നതാണ് അക്ഷരാഭ്യാസം. എഴുത്തും വായനയും അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ഗുരുവിനെ ആശ്രയിക്കാതെ അതും തങ്ങൾക്ക് വശമില്ല. അപ്പൊ ഇത് രണ്ടും വശമില്ലാത്ത ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിലൂടെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സിഹിറാണ് എന്ന് ആരോപിക്കാൻ സാധ്യതയില്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യയാണെന്ന് ആരോപിക്കാൻ സാധ്യതയില്ല. എങ്കിൽ അള്ളാഹുവിന്റെ സവിശേഷ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോ കൈവിരലുകൾക്കിടയിലൂടെ സയൻസ് ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ സിഹിർ ഉപയോഗിച്ച് ഞാൻ ജലപ്രവാഹം നടത്തിയാൽ അതൊരിക്കലും മുഅ്ജിസത്തിന് ഭീഷണിയല്ല. എന്തുകൊണ്ട്? ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് തെളിയിക്കാൻ പറ്റും. എന്റെ ഹിസ്റ്ററി നോക്കിയാൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പഠിച്ചിട്ടുണ്ട്, എന്റെ യൂട്യൂബ് ഹിസ്റ്ററി നോക്കിയാൽ ഇന്ന വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് എളുപ്പം കണ്ടെത്താൻ പറ്റും. അപ്പൊ ഖുർആനിന് പകരം കൊണ്ടുവരണമെങ്കിൽ ആര് കൊണ്ടുവന്നാലേ മുഅ്ജിസത്തിന് വെല്ലുവിളിയാകൂ? അക്ഷരാഭ്യാസിയല്ലാത്ത ഒരു ഗുരുമുഖത്ത് നിന്നും ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ കൊണ്ടുവന്നാലേ ഖുർആനിന് എതിരാകൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദൂതരുടെ ഏറ്റവും വലിയ അടയാളമായത് കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്തിന് ഒരു ഓഫർ കൂടി കൊടുത്തു. എന്താ? സാധാരണ മുഅ്ജിസത്തിന് വെല്ലുവിളിയാകണമെങ്കിൽ ഭൗതികമോ അഭൗതികമോ ആയ മാർഗങ്ങൾ സ്വീകരിക്കാതിരിക്കണം.
നിങ്ങൾ എന്തും സ്വീകരിച്ചോളൂ, ഭൗതികമോ അഭൗതികമായ ഏതു മാർഗവും സ്വീകരിച്ചു പരിശ്രമിച്ചോളൂ, മനുഷ്യബോധവർഗങ്ങളെ മുഴുവൻ വേണമെങ്കിൽ കൂട്ടി, അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും കൂട്ടിക്കോളൂ. അതൊരു ഓഫറാണ്. സത്യത്തിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തും ആ ഓഫർ ഉണ്ടായിരുന്നു അല്ലേ? സിഹിർ പഠിച്ച ഒരാൾ മൂസ നബി അലൈഹി ഇസ്ലാമിനെ അതിജയിച്ചാൽ അത് മൊഴിജത്തിനെ ബാധിക്കില്ല. കാരണം എന്താ? ഇത് സിഹിറാണ്. പക്ഷെ അള്ളാഹു വൻ മൊഴിജത്ത് കൊടുത്തു. ആയാത്തി റബ്ബിനൽ കുബ്ര എന്ന് പറയണ്ടല്ലോ, വൻ ദൃഷ്ടാന്തം. അതെന്താ? അത് ഒന്നുകൊണ്ടും സാധ്യമല്ല, ഏത് മാർഗേന ശ്രമിച്ചാലും സാധ്യമല്ല. അപ്പൊ അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഇഅ്ജാസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകത്വവാദി കൊണ്ടുവരണമെന്നില്ല, ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കാത്ത വ്യക്തി കൊണ്ടുവരണമെന്നില്ല, ആർക്കും കൊണ്ടുവരാം. എല്ലാ അറിവും സമാഹരിച്ച ഒരു കൂട്ടം ആളുകൾക്കും പകരമൊന്ന് കൊണ്ടുവരാം. ഇത് സത്യത്തിൽ ഇതിന്റെ ആവശ്യമില്ല. ബേസിക് മുഅ്ജിസത്തിന്റെ ഡെഫിനിഷനിൽ ഇത് വരുന്നില്ല. പകരം അള്ളാഹു അങ്ങനെ ഉണ്ടല്ലോ, ശവത്ത് കുത്താന്ന് പറയലോ, ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ ഇത് ഈ ഓഫർ നിങ്ങൾ എടുത്തോ, എന്നിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നതാണ്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് പകരമായി AI ഒരു സാധനം കൊണ്ടുവന്നാൽ, ലോകത്തെ മുഴുവൻ അറിവും ഉള്ള ഒരു സാധനം കൊണ്ടുവന്നാൽ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പൊ ഞാൻ സൂറത്തുൽ കൗസറിനെ കുറിച്ച് ഒരു മനോഹരമായ ഒരു പഠനമുണ്ട്. അതിന്റെ റെഫറൻസ് ഞാൻ കൊടുത്തിരുന്നു. ഹംസ സോഴ്സസിന്റെ ഒരു ആർട്ടിക്കിൾ, റെക്കമെൻഡ് റെഫറിങ്, പ്രൊഡ്യൂസ് വൺ ചാപ്റ്റർ ലൈക്ക് ഇറ്റ്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നു, ഇത് അതിന്റെ വചനങ്ങളിൽ, അക്ഷരങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങളാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ പണ്ഡിതരാണ്, കൂടുതൽ അത് അറിയുക. 10 വാക്കുകളാണ് സൂറത്തുൽ കൗസറിൽ ഉള്ളത്. 10 വാക്കുകൾ, 10 അക്ഷരങ്ങളുമാണ് സൂറത്തുൽ കൗസറിൽ ആകെ പ്രയോഗിച്ചിട്ടുള്ളത്. ആകെ 3 വരിയാണ്. അതിൽ തന്നെ 4 വാക്കുകൾ മുൻപ് ഒന്നിലും ഉപയോഗിക്കാത്തത്. വിശുദ്ധ ഖുർആനിൽ ഏത് സൂറത്തെടുത്താലും മുൻപുള്ള സൂറത്തുകളിൽ ഉള്ള ഒരു വാക്കെങ്കിലും ഉണ്ടാകും, മുൻപുള്ള സൂറത്തുകളിൽ ഇല്ലാത്ത ഒരു വാക്കെങ്കിലും ഉണ്ടാകും. അപ്പൊ ഈ പ്രത്യേകതകൾ ആ സൂറത്തിന് കൊണ്ടുവന്ന വചനങ്ങൾക്ക് ഉണ്ടാവൂല. കാരണം എന്താ? ഞാനിവിടെ സമർത്ഥമായി പറയാൻ ശ്രമിക്കുന്നത്, ഭാവിയിൽ എന്തു കൊണ്ടുവന്നാലും അത് എങ്ങനെ ഖുർആനിന്റെ മുൻപിൽ പരാജയപ്പെടും എന്നതിനൊരു തുമനീനത്ത് തരാനാണ്. കാരണം ഖുർആനിലെ വചനങ്ങൾക്ക് ഇന്ന പ്രത്യേകതകൾ ഉണ്ട് എന്ന് അറിഞ്ഞ ഒരാൾ ശ്രമിച്ചാലല്ലേ അതുള്ള ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നാൽ ഖുർആനിലെ വചനങ്ങൾക്ക് അതിന്റെ പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രമാണോ? തങ്ങളുടെ അറിവിലെല്ലാം ഉണ്ട്. തങ്ങൾ പകർന്നു തന്നത് മാത്രമാണോ നമ്മൾ ഇന്ന് പണ്ഡിതരാൽ പഠിപ്പിക്കപ്പെടുന്നത്? അല്ല. കാലത്തിനനുസരിച്ച് അതിന്റെ പൊരുളുകൾ അല്ലാഹു ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ ഇനിയും വെളിപ്പെടുത്തപ്പെടും. ഭാവിയിൽ വെളിപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഇന്ന് ഒരാൾക്ക് അനുകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നോളം വെളിപ്പെടുത്തപ്പെട്ടത് മാത്രമേ ഒരാൾക്ക് അനുകരിക്കാൻ ശ്രമിക്കാനെങ്കിലും കഴിയൂ. അതെല്ലാം സാധ്യമാകണമെന്നില്ല. ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ അതിലുണ്ടോ നോക്കിയാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി വന്നാൽ തന്നെ ഖുർആനിൽ ഇനിയും പൊരുളുകളുണ്ട്. അത് പിന്നീടാണ് ചിലത് വെളിപ്പെടുത്തപ്പെടുക. അപ്പോൾ തത്തുല്യമാണ് എന്ന് അവകാശപ്പെട്ട് ചില വചനങ്ങൾ ആരെങ്കിലും ആരോപിച്ചാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലാഹു അന്നോളം വെളിപ്പെടുത്തപ്പെടാത്ത അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ കൊണ്ടുവരപ്പെടുന്നതെല്ലാം ഖുർആനിന്റെ മുമ്പിൽ പരാജയപ്പെടും. പക്ഷെ ഇത് സാധ്യമാണ് എന്ന് ശ്രമിക്കുന്ന ആൾക്ക് തോന്നും, എങ്കിലേ ശ്രമിക്കൂ, എങ്കിലേ പരാജയം ഇവിടെ സ്ഥിരപ്പെടൂ. അതങ്ങനെയാണല്ലോ. ഈ അഅജസ എന്ന് പറഞ്ഞാൽ അശക്തമാക്കുന്നത് എന്ന് ഇവിടെ ഹസ്രത്ത് ഉസ്താദ് പറഞ്ഞു. അശക്തമാക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പോ ഈ ജാമിയ ജലാലി എവിടെ നിന്ന് എടുത്തിട്ട് കോഴിക്കോട് കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ എന്ന് ആരും വെല്ലുവിളിക്കില്ലല്ലോ. കാരണം എന്താ? അത് പൊതുവിൽ ആർക്കും കഴിയാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പൊതുവിൽ സാധ്യമെന്ന് തോന്നാത്തത് ഒരാൾ ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ നമ്മൾ എടുക്കാൻ ശ്രമിച്ചു. ജാമിയ ജലാലിയെ പൊന്തിയില്ല. ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയോ? അല്ലെങ്കിൽ നമ്മൾ പറയോ ഞാൻ അശക്തനായി പോയിന്ന്? പറയില്ല. മനുഷ്യ കഴിവിന്റെ ഉള്ളിൽ ഒതുങ്ങുമെന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു ചെറുവിരൽ കൊണ്ട് ആ കസേര പൊക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പറ്റും. നമ്മൾ ശ്രമിച്ചു നോക്കുമ്പോൾ പറ്റണില്ല. അപ്പൊ നമ്മൾ പറയും ഞാൻ അശക്തനായി പോയിട്ടോ എന്ന് പറയും. അപ്പൊ സാധ്യമെന്ന് പൊതുവിൽ തോന്നുന്ന ഒന്നല്ലേ ആളുകൾ ശ്രമിക്കൂ, എങ്കിലല്ലേ അശക്തി ബോധ്യപ്പെടും. അപ്പൊ തത്തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആളുകൾക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ അവർ ശ്രമിക്കൂ. ഇന്നോളം വന്നതെല്ലാം പരാജയപ്പെട്ടു എന്ന ചരിത്രം തന്നെ അജയ്യമാണ് ഖുർആൻ എന്നതിന്റെ അടയാളമാണ്. ഞാൻ ഒന്നുകൂടി കടന്നു പറഞ്ഞു. നമ്മുടെ വേദിയിൽ തന്നെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുള്ള കാസിം ഉസ്താദാണ് ഈ ഒരു സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നോളം വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളല്ലേ ഒരാൾക്ക് അനുകരിക്കാൻ കഴിയൂ, ഇനിയും വെളിപ്പെടുത്താത്തത് എങ്ങനെയാണ് അനുകരിക്കാൻ കഴിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.
അപ്പൊ അതാണ് വിശുദ്ധ ഖുർആന്റെ എഴുജാസിന് സ്ഥാപിക്കാൻ പണ്ഡിതർക്ക് പ്രയാസം നേരിടുന്ന അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു ഏരിയ. അടുത്തത്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഇത് ബാധിക്കുന്നുണ്ടോ? ഇതാണ് നേരത്തെ പറഞ്ഞ എലോൺ മസ്ക് സ്പേസ് എക്സ് എന്ന പുതിയ കമ്പനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സൈബോർഗുകളെ കുറിച്ച് ഉസ്താദ് തന്നെ ഇവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചു. ഇത്തരം ആളുകൾക്ക് വേണ്ടി മാത്രം ചൊവ്വയിലോ മറ്റോ ആവാസ വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ് എലോൺ മസ്ക്. അപ്പൊ നേരത്തെ പറഞ്ഞ തലയിൽ ഈ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച്, മുടിയേക്കാൾ നേരിയത് ഘടിപ്പിച്ച് മനുഷ്യന്റെ വൈകല്യങ്ങളെ പരിഹരിക്കാൻ, മനുഷ്യന്റെ ഓർമ്മയെ എൻഹാൻസ് ചെയ്യാൻ, പരിപോഷിപ്പിക്കാൻ, മനുഷ്യന്റെ ചിന്തയെ ശക്തിപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ, ഇലക്ട്രോണിക് ആണ്, പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. മറ്റൊരാൾക്ക് വേണമെങ്കിൽ നമ്മെ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കാനും പറ്റണമല്ലോ. നാളെ ഇപ്പോ നമ്മുടെ വണ്ടികൾക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അത് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കൽ നിയമവിരുദ്ധമായതുകൊണ്ട് മസ്ലഹത്തിന്റെ പേരിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. എന്നതുപോലെ ഭൂമിയിൽ ജീവിക്കാൻ, ഇന്ന രാജ്യത്ത്, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിലെ പൗരനായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ തലയിൽ ഇത് ഘടിപ്പിക്കണമെന്ന നിയമം വന്നാൽ വി ആർ ഫോഴ്സ്ഡ്, നമുക്ക് നിവൃത്തിയില്ല, ഘടിപ്പിക്കൽ നിർബന്ധമായി. അങ്ങനെ നമ്മൾ ഇത് ഘടിപ്പിച്ചു. അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകൾ നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നു എന്ന് കരുതുക. അത് മനുഷ്യന്റെ ഇഖ്തിയാറിനെ ബാധിക്കുമോ ബാധിക്കാതിരിക്കുമോ? നമ്മളെ ബാധിക്കുന്ന ഒരു ചോദ്യമാണത്. അങ്ങനെയുള്ള സ്വാധീനത്തിന്റെ പേരിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന് അയാൾ ഉത്തരവാദിയാകുമോ? നന്മ ചെയ്തതിന് അയാൾക്ക് പ്രതിഫലം കിട്ടുമോ? ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തങ്ങൾ ഉസ്താദിനോട് ഇത് ചോദിച്ചു. ഇത് ഏതുപോലെയാണ്? ഇത് നമ്മുടെ അടുത്ത് ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ നമ്മളോട് ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തതിന്റെ പേരിൽ നമുക്ക് കുറ്റമുണ്ടോ? നമുക്ക് കുറ്റമുണ്ട്. ആ ദുസ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയാനുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നന്മ ഉപദേശിക്കാൻ ഒരു നല്ല കൂട്ടുകാരനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നെഗറ്റീവായ ഉപദേശങ്ങൾ നൽകുന്ന ഈ യന്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പോസിറ്റീവ് ഉപദേശം നൽകുന്ന യന്ത്രങ്ങൾ മനുഷ്യൻ വെച്ചുപിടിപ്പിക്കേണ്ട ബാധ്യത അവന് വരും. അത് ഉത്തരവാദിത്തം അവൻ നിർവഹിക്കണം. ഇനി അതൊക്കെ നിർവഹിച്ചിട്ടും ഇപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുണ്ട്, സോമനാംബുലിസം. അങ്ങനെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു, നമ്മളെ ഈ ആരോ നിയന്ത്രിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തുന്നു, ഒരാളെ കൊല്ലിക്കുന്നു, നമ്മൾ വന്ന് കിടക്കുന്നു, നമ്മൾ ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ആളുകളെ കൊന്നാൽ അവിടെ എന്തില്ല? തക്ലീഫിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല. ഗവൺമെന്റ് പിടിച്ച് ജയിലിട്ടോളും. പക്ഷെ ആ കുറ്റം മനുഷ്യന്റെ പരലോക വിചാരണയുടെ വേളയിൽ കാണില്ല. അപ്പൊ അങ്ങനെ ചെയ്താലോ? തക്ലീഫിനെ മറികടന്നുകൊണ്ട് ചെയ്താലോ? എങ്കിൽ മനുഷ്യൻ അതിൽ ഉത്തരവാദിത്തമില്ല. തങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, എത്ര വലിയ ദുസ്വാധീനങ്ങൾ വന്നാലും തഖ്വ ഉള്ളവരെ അത് ബാധിക്കില്ല. ഇത് ഒരു പൈശാചിക സ്വാധീനം പോലത്തെ ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നില്ലേ ചില കർമ്മങ്ങൾക്ക്? അതുപോലെ ഒരു സ്വാധീനമാണ്. അപ്പോൾ നമ്മുടെ തക്ലീഫിനെ ബാധിക്കാത്ത സ്വാധീനങ്ങളെ അതിന്റെ മറു സ്വാധീനങ്ങൾ കൊണ്ട് മറികടക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. തക്ലീഫിനെ പോലും മറികടക്കുന്ന, ഉറക്കിൽ ഒരാളെ കൊണ്ട് കൊല്ലിക്കുന്നത് പോലെ, ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മനുഷ്യന് അതിന്റെ കർമ്മങ്ങളുടെ ഉത്തരവാദിത്തം വരികയുമില്ല. മതപരമായ തീർപ്പുകൾ പറയാൻ അതോറിറ്റി അല്ലാത്തത് കൊണ്ടാണ് ഉസ്താദുമാരെ ഉദ്ധരിച്ചുകൊണ്ട്. അതുതന്നെയാണ് നമ്മുടെ ശൈലിയും. നമ്മളാരും എത്ര വലിയ ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ കഴിവുണ്ട് എന്ന് വന്നാലും അസുഖം വന്നാൽ മെഡിക്കൽ ടെക്സ്റ്റ് വായിക്കില്ലല്ലോ. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ മതവിഷയങ്ങളിൽ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് അതോറിറ്റിയെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയാസമാണ്. നമ്മൾ തന്നെ ഹദീസ് ഇങ്ങനെ നോക്കാം, ബുഖാരിയുടെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഉസ്താദ് എന്ന് ചോദിക്കും. അത് ഹിപ്പോക്രസിയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ജീവന് നമുക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ജീവനും ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അതോറിറ്റി അംഗീകരിക്കും. ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കും. ഈമാൻ നമുക്ക് വിലയില്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും? കണ്ടത് പറഞ്ഞ് പണ്ഡിതരെ അംഗീകരിക്കാതിരിക്കും. അപ്പൊ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെ അത് ബാധിക്കുന്നുണ്ടോ എന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചത്. അടുത്തത് ഇതാണ് ഭൂരിപക്ഷം ആളുകൾ ഇനി പറയാൻ പോകുന്ന കാര്യം. ഈ AI കാലത്ത് ദൈവിക സന്ദേശത്തിന് എന്തു പ്രസക്തി? നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് 7-ാം നൂറ്റാണ്ടിൽ അവതരിച്ച, 6-ാം നൂറ്റാണ്ടിൽ ഭൂജാതനായ വ്യക്തിത്വത്തിന് 7-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ആ ഒരു കൺഫ്യൂഷൻ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഈ സന്ദേശത്തിന് എന്തു പ്രസക്തി എന്ന ചോദ്യമാണ്. കാലത്തിനനുസരിച്ച് ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു സാധനം വരുമ്പോ എന്നിട്ട് ബുദ്ധിയുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കും,
നിങ്ങൾ തൗറാത്ത് അംഗീകരിക്കുന്നുണ്ടോ? തൗറാത്ത് വേദഗ്രന്ഥമായി അംഗീകരിക്കുന്നു, പക്ഷെ ഖുർആൻ വന്നതോടെ അതിന്റെ നിയമപ്രാബല്യം നഷ്ടമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താ? അത് അപ്ഡേഷൻ ആണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിനനുസരിച്ച് യോജിച്ച ശരീഅത്തുകൾ പ്രവാചകരിലൂടെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഈ AI കാലത്ത് എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് വന്ന ഖുർആൻ നിങ്ങൾക്ക് വഴി കാണിക്കുക എന്ന ഒരു ചോദ്യമാണ് കൂടുതൽ ആളുകൾ നമ്മെ ചോദിക്കാൻ സാധ്യത ഉള്ളത്. അതിന്റെ ഒരു മറുചിന്ത കൂടി പറഞ്ഞ് നമുക്ക് ഈ അവതരണം അവസാനിപ്പിച്ച് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഈ കാലത്തും ദൈവിക സന്ദേശത്തിന്റെ പ്രസക്തി എന്താണ്? അതും ഒരു പ്രീ മോഡേൺ ഹ്യൂമൻ, അങ്ങനെയൊക്കെ പറയാം. ആധുനികത 1500-കൾക്ക് ശേഷമാണ്. അതിനു മുൻപ് ജനിച്ച ഒരു പ്രീ മോഡേൺ കാലത്ത് ജനിച്ച ഒരു വ്യക്തിത്വം പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ഈ AI എന്ന് പറഞ്ഞ വിദ്യ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇതിനേക്കാൾ വലിയ വിദ്യയും കണ്ടെത്തിയത് മനുഷ്യബുദ്ധിയാണ്. മനുഷ്യബുദ്ധിയാണ് കണ്ടെത്തിയത്. മനുഷ്യബുദ്ധിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യന് അള്ളാഹു സംവിധാനിച്ച ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹു സൃഷ്ടിച്ചു കൊണ്ടുവന്ന സാമഗ്രികൾ ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു കാര്യം എങ്ങനെയാണ് അള്ളാഹുവിന് വെല്ലുവിളിയാകുക? എങ്ങനെയാണ് അള്ളാഹുവിന് വെല്ലുവിളിയാകുക? ഒരിക്കലാവില്ലല്ലോ. ട്രാൻസ്ഫോമറിലെ ഇലക്ട്രിസിറ്റി വീടിന്റെ മുമ്പിലെ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വന്ന്, അതിൽ നിന്ന് വീടിലെ ഫയർ പിന്നിലേക്ക് വന്ന്, അതിൽ നിന്ന് സോക്കറ്റ് വഴി നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിൽ കുത്തിയാൽ തന്നെ എൻ്റെ മൊബൈൽ ചാർജ് ആവും. എന്തിന് ട്രാൻസ്ഫോമർ എന്ന് പറയില്ലല്ലോ ബുദ്ധിയുള്ളവർ. എങ്കിലും ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകാൻ കുറച്ചുകൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ, എന്താണ് ദൈവിക സന്ദേശത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഭൗതികമായ കാര്യങ്ങൾ മനുഷ്യന് ബുദ്ധി നൽകി മനുഷ്യനെ ആദരിച്ച അല്ലാഹു, വലഖദ് കറംനാ ബനി ആദം, ആദരിച്ച അല്ലാഹു മനുഷ്യന്റെ ബുദ്ധിയെയും ധിഷണയെയും ആദരിച്ചു. അപ്പൊ മനുഷ്യന് അവന്റെ ധിഷണ ഉപയോഗിച്ച് അവന്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവൻ കണ്ടെത്തിക്കോട്ടെ എന്ന് കരുതലാണ് ആദരവ്. ഒരു കുട്ടി, നമുക്ക് ആ കുട്ടി വളർന്നു വലുതാകണമെന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ കുട്ടിക്ക് ചോദ്യം കൊടുക്കും, എങ്ങനെ ഉത്തരം കണ്ടെത്തണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും, എന്നിട്ട് കുട്ടിയോട് ചെയ്യാൻ പറയും. എങ്കിലേ കുട്ടി അത് പഠിക്കൂ. അല്ലാതെ കുട്ടി കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുന്നത് യഥാർത്ഥ അധ്യാപകന് ചേർന്നതല്ല. എന്നതുപോലെ വേണ്ട വിഭവങ്ങൾ മനുഷ്യൻ അല്ലാഹു നൽകി, ബുദ്ധി കൊടുത്തു, പഞ്ചേന്ദ്രിയങ്ങൾ കൊടുത്തു. ഇതുകൊണ്ട് നീ അന്വേഷിച്ച് കണ്ടെത്തു എന്ന കൽപ്പന കൊടുത്തു. ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ ബദഅൽ ഖൽഖ്. അന്വേഷിക്കാനുള്ള പ്രചോദനം, കൽപ്പന, അതിന്റെ വിഭവങ്ങളൊക്കെ നൽകി അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞു. എന്നാൽ എത്ര അന്വേഷിച്ചാലും നിനക്ക് കണ്ടെത്താൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് സുവ്യക്തമായി പറഞ്ഞു. അല്ലാഹു ഉണ്ട്, മലക്കുകളുണ്ട്, നന്മതിന്മയുണ്ട്, പരലോകമുണ്ട്, മരണാനന്തരമുണ്ട്. സയ്യിദ് റംലാൻ ബൂത്തി അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഗൈബിയായ കാര്യങ്ങളിൽ മനുഷ്യൻ ആദ്യം അഭിമുഖീകരിക്കുക മരണമല്ലത്രേ. കാരണം മരണം ഒരിക്കലും ഗൈബിയല്ല, നമ്മൾ കാണുന്നുണ്ട്. ആളുകൾ, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഏകോപിക്കുന്ന ഏകസത്യം മരണമാണ്. മറിച്ച് മരണസമയത്തെ അനുഭവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മരിക്കുന്ന ആ വേളയിൽ അസ്രായീൽ വരുമെന്ന്, സക്കറാത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊണ്ട് മാത്രമാണല്ലോ. അങ്ങനെ മനുഷ്യാന്വേഷണങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. മറ്റുള്ളത് അന്വേഷിക്കാനുള്ള പ്രചോദനം നൽകുന്നു, കൽപ്പന നൽകുന്നു, ഒരു പരിധി വരെ അതിനെ ശരിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലോടുള്ള ഒരു വിയോജിപ്പ് എന്തെന്നാൽ, ഖുർആനിൽ ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് ഖുർആൻ ശരിയാണ് എന്ന് പറയുന്നത് ഖുർആനിനെ താഴ്ത്തിക്കെട്ടലാണ്. അതെങ്ങനെ ശരിയാവുക? ഖുർആൻ സത്യമാണ്, അതിലുള്ളതെല്ലാം സത്യമാണ്. ഖുർആനിൽ പറഞ്ഞത് പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയാൽ, എങ്കിൽ സയൻസ് ഇപ്പൊ എത്തിച്ചേർന്നത് ഏകദേശം ശരിയാവാൻ സാധ്യത ഉണ്ട് എന്ന് സയൻസിന് വാലിഡേറ്റ് ചെയ്യാനുള്ളതാണ് ഖുർആൻ. ഉള്ളതാണ് എന്നല്ല, ആകുമെങ്കിൽ അതേ പറ്റൂ. അല്ലാതെ സയൻസ് വെച്ച് ഖുർആനെ വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആനെ ചെറുതാക്കുകയാണ്. സയൻസ് തന്നെ അങ്ങനെ ഒരു മഹത്വം സ്വയം അവകാശപ്പെടുന്നില്ല, നമ്മൾ കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോ ഈ ഖുർആൻ സയൻസ് താരതമ്യത്തിൽ നമ്മൾ എത്രയേറെ ഖുർആനിൽ സയൻസ് ഇല്ലെന്ന് പറഞ്ഞാലും ചില ആളുകൾ ഇങ്ങനെ ഖുർആനിലെ ചില വചനങ്ങൾ ഉരുവിടുന്ന സമയത്ത്, ആലോചിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഒരു സാമ്യത തോന്നും. ഇപ്പോ എംബ്രിയോളജിയെ കുറിച്ച് അഗാധ പാണ്ഡിത്യമുള്ള ഒരാൾ വിശുദ്ധ ഖുർആനിലേക്ക് വരുമ്പോൾ സൂറത്തുൽ മുഅ്മിനൂനിലും മറ്റുമൊക്കെ ഉള്ള, സൂറത്തുൽ അലഖിലൊക്കെ ഉള്ള വചനങ്ങൾ കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെ തോന്നും, പടച്ചോനെ ഇതന്നെയാണല്ലോ ഇപ്പൊ ഖുർആനിലുള്ളത്.
ഇത് പക്ഷെ ഈ എംബ്രിയോളജിയെ കുറിച്ച് അറിവില്ലാത്ത ആൾക്ക് തോന്നില്ല. എംബ്രിയോളജിയെ കുറിച്ച് അറിവില്ലാത്ത ആൾക്ക് ആ സാമ്യം തോന്നില്ല. മറിച്ച് ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക്, അങ്ങനെ പലതും ബിഗ് ബാങ് തിയറിയൊക്കെ ആഴത്തിൽ പഠിച്ചു വന്ന് സൂറത്തുൽ അംബിയയിലെ 30-ാം വചനം, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ എന്ന് കാണുമ്പോൾ ആൾക്കൊരു സാമ്യം തോന്നും. ഈ തോന്നലൊരു യാഥാർത്ഥ്യമാണ്. അതിന് നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു വചനമുണ്ട്, ഖുൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ലോകത്തെ അന്വേഷിക്കാനുള്ള വിഭവങ്ങൾ നൽകി, അതിനുള്ള ആജ്ഞ നൽകി, പ്രചോദനം നൽകി പറഞ്ഞയച്ച മനുഷ്യൻ ഇതൊക്കെ കണ്ടെത്തി വന്ന് ഖുർആനിലെ നിശ്ചിത വിഷയം അതിന്റെ ധാർമ്മികതയാണ്, അതിന്റെ ഉപദേശ നിർദ്ദേശങ്ങളാണ്. അപ്പൊ ഖുർആനിൽ ഇത് മാത്രമേ ഉള്ളൂ, ഞാൻ ഈ അറിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട് എന്ന അഹന്ത ഉള്ള മനുഷ്യനെ അവനോട് ഖുർആൻ പറയും ചില വചനങ്ങൾ, അവൻ ഈ സൂചന നൽകും. അപ്പൊ അവന് മനസ്സിലാവും, റബ്ബേ ഇതൊക്കെ അറിയണ റബ്ബാണല്ലോ ഈ ഖുർആൻ അവതരിച്ചത് എന്ന് അവന് മാത്രം മനസ്സിലാകും. പക്ഷെ ഈ മനസ്സിലായ ആള് ഖുർആനിൽ ഇതുണ്ട് എന്ന് വാദിച്ചാലോ, ഈ ശാസ്ത്രീയവും മറ്റുമായ കാര്യങ്ങൾ അറിയാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അവനവന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ലോകത്തെ മുഴുവൻ ആളുകളും ഖുർആനിൽ ശാസ്ത്രം ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയൽ നമ്മുടെ ബാധ്യതയല്ല. ഖുർആനിലുള്ളത് മുഴുവൻ സത്യമാണ്. അത് ശാസ്ത്രം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോ പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ ദൈവിക സന്ദേശങ്ങൾ എന്തുകൊണ്ട് അപ്രസക്തമാകുന്നില്ല? കാരണം മനുഷ്യാന്വേഷണങ്ങൾക്ക് അപ്പുറമുള്ള വിഷയങ്ങളാണ് അതിന്റെ നിശ്ചിത വിഷയം. അതൊരിക്കലും മനുഷ്യനെ കണ്ടെത്താൻ കഴിയും. ഇന്നും ലോകത്ത് തർക്കം തീർന്നിട്ടില്ല. വധശിക്ഷ വേണോ, ജീവപര്യന്തം മതിയോ? ലോകത്ത് ഇന്നും തർക്കം തീർന്നിട്ടില്ല. ലോകത്ത് ഒരു ലോകത്തിന്റെ കാര്യം എന്നിപ്പോ ആളുകൾക്ക് ChatGPT ഒക്കെ വരുന്ന സമയത്ത് അറിവ് വർദ്ധിക്കുകയാണല്ലോ എന്നിങ്ങനെ തോന്നും. അറിവിങ്ങനെ വികസിക്കുകയാണല്ലോ. യൂണിവേഴ്സിറ്റികൾ, സനതുകൾ, PhDകൾ, തീസീസുകൾ, പുസ്തകങ്ങൾ, ഗ്രന്ഥശേഖരങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ്. എങ്കിൽ അറിവ് വർദ്ധിക്കുകയാണല്ലോ വേണ്ടതെന്ന് തോന്നും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിവ് ഉയർത്തപ്പെടുമെന്നാണ്. അപ്പൊ എന്താ ആളുകൾക്കൊരു കൺഫ്യൂഷൻ, എന്തങ്ങനെ ഈ നോളേജും ഈ ഇൻഫർമേഷനും ഒക്കെ വർദ്ധിക്കുമ്പോൾ അറിവ് ഉയർത്തപ്പെടുകയോ? വിവരങ്ങൾ വർദ്ധിക്കുകയാണ്, തർക്കമില്ല. ഇൻഫർമേഷൻസിന്റെ അബണ്ടൻസ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അറിവ് വർദ്ധിക്കുകയല്ല, ഇല്ലാതാവുകയാണ്. കാരണം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണത്. അപ്പൊ അറിവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അതിലൊരു ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിം എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങളിൽ നിന്ന് 5ലേക്ക് ക്ഷണിക്കുന്നവന്റെ മുമ്പിലേ നിങ്ങൾ പഠിക്കാവൂ. അതിലൊന്ന് മിനശ്ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്നും ദൃഢതയിലേക്ക് നയിക്കുന്നതാണ് ഇൽമ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഈ വിവരങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൃഢത കുറയുന്നു, കൺഫ്യൂഷൻ കൂടുന്നു. ഫ്രം കൺഫ്യൂഷൻസ് ടു ക്ലാരിറ്റി, അതാണ് ഫ്രം കൺഫ്യൂഷൻ ടു സെർട്ടൈനിറ്റി, അതാണ് നോളജ് ഇൽമ ആവേണ്ടത്. പക്ഷെ ഇന്ന് നോക്കൂ, മനുഷ്യന് കൺഫ്യൂഷൻ കൂടുന്നു. ഇത്ര കാലം ഒരു സ്കൂളിലും പോകാത്ത ആൾക്ക് പോലും തർക്കമുണ്ടായിരുന്നില്ല എന്താണ് പുരുഷൻ, എന്താണ് സ്ത്രീ എന്ന്. ഇന്ന് ലോകത്തിന്റെ പ്രധാന തർക്കം അതാ. വാട്ട് ഈസ് മാൻ, വാട്ട് ഈസ് വുമൺ, വാട്ട് ഈസ് ജെൻഡർ. അപ്പോ ഈ ദൃഢതയിൽ നിന്ന് സംശയത്തിലേക്ക് നീക്കുന്ന വിവരങ്ങളെ നമ്മൾ അറിവായിട്ട് പരിഗണിക്കുന്നില്ല. അത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഈ പുതിയ കാലത്ത് അറിവ് വർദ്ധിക്കുകയാണ്. അതിനനുസരിച്ച് പുതിയൊരു ഖുർആൻ വേണോ എന്ന് ചോദിച്ചാൽ പുതിയ കാലത്ത് അറിവ് വർദ്ധിക്കുകയല്ല. ഒന്ന്, മനുഷ്യൻ ഇങ്ങനെ പരിണമിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് പുതിയ ദൈവിക ദൃഷ്ടാന്തം വേണമോ എന്ന് ചോദിച്ചാൽ അതിന്റെയും ആവശ്യമില്ല. കാരണം മനുഷ്യന് പരിണാമം അവന്റെ അടിസ്ഥാന പ്രകൃതിയിൽ സംഭവിക്കുന്നേയില്ല. 10 ദിവസം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10 ദിവസം കറണ്ട് പോയാൽ നമ്മളും പ്രാകൃത മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. 10 ദിവസം കറണ്ട് പോയാൽ, ഇന്റർനെറ്റ് ഇല്ലാതായി, വെളിച്ചമില്ല, നമ്മൾ അവരെക്കാൾ കൂടുതൽ പ്രയാസത്തിൽ ജീവിക്കും. അതുകൊണ്ട് കൂടിയാണ് ഇസ്ലാമിലെ അടിസ്ഥാന വിജ്ഞാനീയങ്ങൾ അങ്ങനെ തന്നെ സംരക്ഷിക്കണം എന്ന് നമ്മൾ ക്ഷണിക്കുന്നതിന്റെ കാരണവും. ഈ യന്ത്രങ്ങളും ഈ ഉപകരണങ്ങളും ഗ്രന്ഥങ്ങളടക്കം നശിച്ചു പോയാലും വിജ്ഞാനം ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിന് ഹിഫ്ള് പോലുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടാകണം. വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. സമയദൈർഘ്യം ഭയന്ന്. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാരിസ് പി യു സാറിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സാറ് സൂചിപ്പിച്ചിരുന്നു മക്കാസിദ് ശരിയ ഈയിടെയായി നേരിടുന്ന ചില വെല്ലുവിളികൾ, അതുപോലെ തന്നെ ചില വളച്ചൊടിക്കലുകൾ, അതിനെക്കുറിച്ചൊന്ന് എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാമോ? ഉസ്താദുമാർ ഒരുപാട് പേരുള്ള സദസ്സാണ്. പക്ഷെ ഞാൻ പറഞ്ഞു പോയല്ലോ, അള്ളാഹുവിന്റെ ശരീഅത്തിന് 5ഉം 6ഉം ഒക്കെ ലക്ഷ്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതൊരിക്കലും അത് ഉപയോഗിച്ച് നിയമം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ മനുഷ്യന്റെ ബുദ്ധി സംരക്ഷിക്കാൻ, മനുഷ്യന്റെ ആരോഗ്യം ജീവൻ സംരക്ഷിക്കാൻ, സമ്പത്ത് സംരക്ഷിക്കാൻ,
അഭിമാനം സംരക്ഷിക്കാൻ, ഇങ്ങനെ നിയമങ്ങൾ. ഇപ്പൊ എന്തുകൊണ്ട് മോഷണം തെറ്റാണ്? മനുഷ്യന്റെ സമ്പത്തിന് സംരക്ഷണമാണ്. എന്തുകൊണ്ട് മദ്യപാനം തെറ്റാണ്? ബുദ്ധിക്കുള്ള സംരക്ഷണമാണ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. എന്തുകൊണ്ട് സിന തെറ്റാണ്? അത് പൈതൃകം സംരക്ഷിക്കാൻ, അഭിമാനം സംരക്ഷിക്കാൻ. ഗീബത്ത് പാടില്ല. ഇതിന്റെ അർത്ഥം പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ അനുവദനീയമാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റ് എന്നുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് ബഹുഭർത്തൃത്വം പറ്റും എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. പൈതൃകത്തെ ബാധിക്കുന്നില്ല എന്ന് പറയാം. അതല്ല, ഇത് ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ അത് വെച്ച് കർമ്മങ്ങളുടെ വിധി കണ്ടെത്താൻ ഉപയോഗിക്കാൻ പറ്റില്ല. കർമ്മങ്ങളുടെ വിധി കണ്ടെത്താൻ ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട്. പകരം ഈ നിയമങ്ങളൊക്കെ ഇന്ന പഞ്ചലക്ഷ്യങ്ങൾക്കാണ് എന്ന് പണ്ഡിതർ പറയുന്നത് ആളുകളുടെ ഒരു ഈമാനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്. 1 അഖൽ, 2 ഇല്ലത്ത്, 3 ഹിക്മത്ത്. ഇസ്ലാമിലെ നിയമങ്ങൾ അഖലിയാണോ എന്ന് ചോദിച്ചാൽ 100% അഖലിയാണ്. എന്താ അഖലിക്ക്? 1 അള്ളാഹു ഉണ്ട്. 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അന്ത്യദൂതരായി നിയോഗിച്ചിട്ടുണ്ട്. 3 ഈ അള്ളാഹുവിൽ നിന്ന് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നതാണ് ഈ നിയമം. എങ്കിൽ അത് അംഗീകരിക്കൽ ബുദ്ധിയാണ്. അതാണ് ഓരോ നിസ്കാരത്തിന്റെ ബുദ്ധി എന്താ? ഈ പറഞ്ഞതാണ്. നോമ്പിന്റെ ഇത് തന്നെ. അല്ലാതെ പകലിലെ അന്നപാനീയ വർജനം ആരോഗ്യം സംരക്ഷിക്കുന്നുള്ളതല്ല നിസ്കാരം അല്ലെങ്കിൽ നോമ്പ് ബുദ്ധിപരമാണ് എന്നതിന്റെ തെളിവ്. അതാണ് ബുദ്ധി. രണ്ടാമത്തേത് ഇല്ലത്താണ്. ഇല്ലത്ത് വിധി താരതമ്യത്തിന് ഖിയാസിന് ഉപയോഗപ്പെടുത്താൻ മുജ്തഹിദീങ്ങൾക്കുള്ളതാണ്. എന്താണ് ഇല്ലത്ത്? മദ്യപാനം വിലക്കി. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുർആനിലെ ആയത്തിൽ നിന്നും മദ്യപാനത്തെയാണ് ഷാഫി ഇമാം വിലക്കപ്പെട്ടതായി കണ്ടെത്തിയത്. മയക്കുമരുന്നിന്റെ വിധി എന്താ എന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബിൽ ഖിയാസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് വിധി കണ്ടെത്തുക. മദ്യം വിലക്കപ്പെടാനുള്ള കാരണം അത് ആലോചിച്ച് നോക്കൂ. അതെന്താ? അത് ദ്രാവകമായത് കൊണ്ടാണോ? അല്ല, കാരണം പച്ചവെള്ളം വിലക്കിയിട്ടില്ലല്ലോ. അതിന്റെ നിറം കറുപ്പായതാണോ? അതുമല്ല, കട്ടൻ ചായ അനുവദനീയാണല്ലോ. ഞാന് സാങ്കല്പികമായിട്ട് പറയാനോട്ടെ, ഈ ചർച്ച അവർക്കിടയിൽ നടന്നു എന്നല്ല. എങ്കിൽ പിന്നെ എന്താണ് മദ്യ നിരോധനത്തിന്റെ കാരണം? അത് പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്ന എന്നതാണോ? അല്ല, ജ്യൂസ് അനുവദനീയാണല്ലോ. പിന്നെ എന്താ? ബുദ്ധിയെ മരവിപ്പിക്കുന്നു എന്നതാണ്. എങ്കിൽ അതുള്ളതെല്ലാം വിലക്കപ്പെട്ടു എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞാലേ നമുക്കത് ഇല്ലത്തായിട്ട് കാണാൻ പറ്റും. നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പിന്നെയുള്ളതാണ് ഹിക്മത്ത്. ഹിക്മത്ത് എന്നാൽ പൊരുൾ എന്നർത്ഥം കൊടുക്കാം. ഒരിക്കലും യുക്തി എന്ന അർത്ഥം കൊടുക്കരുത്. ഇസ്ലാമിലെ നിയമങ്ങൾക്കൊക്കെ പൊരുളുകൾ ഉണ്ടാകാം, കാരണം അള്ളാഹു ഹക്കീമാണ്. പക്ഷെ പൊരുളുകളെല്ലാം അറിയപ്പെടണമെന്നോ നമുക്ക് കണ്ടെത്താൻ പറ്റണമെന്നോ നിർബന്ധമില്ല. അങ്ങനെ ഭാവിയിലുള്ളവർക്ക് അവരുടെ ബുദ്ധിയെ അനാദരിക്കുന്ന പോലെയല്ലേ. അപ്പൊ ചില നിയമങ്ങളുടെ പൊരുളുകൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനെ ഹിക്മത്തായിട്ട് തന്നെ കാണണം. അതിൽപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം നിരോധിച്ചു. അപ്പൊ നമ്മൾ പറയും എന്തുകൊണ്ട് സ്ത്രീക്ക് മാത്രം ഇദ്ദ? അപ്പൊ പ്രഗ്നൻസി സ്ഥിരപ്പെടാനാണ്. ഇതൊരു ഹിക്മത്താണ്, ഇല്ലത്തല്ല. ഇല്ലത്താണെങ്കിൽ പ്രഗ്നൻസി സ്ഥിരപ്പെടുക എന്നത് അടിസ്ഥാനമാക്കി മറ്റൊന്ന് വിധി താരതമ്യം നടക്കും. ഇത് ഹിക്മത്താണ്. അതുകൊണ്ട് DNA ടെസ്റ്റ് നടത്തിയാൽ പിന്നെ ഇദ്ദ വേണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇത് ഹിക്മത്താണ്. ഹിക്മത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാവാൻ സാധ്യത മതി. ഹിക്മത്തിന്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പൊരുൾ എന്ന് പറയുന്നത്. അപ്പോ ചില ആൾക്കാർ ചോദിക്കും, എന്നാ പിന്നെ ഭർത്താവ് മരിച്ചാൽ 4 മാസം 10 ദിവസം, ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാൽ 3 ശുദ്ധിക്കാലം, എന്താ? ഭർത്താവ് മരിച്ചാല് പ്രഗ്നൻസി സ്ഥിരപ്പെടാൻ കുറച്ച് സമയം എടുക്കും. കുട്ടി പ്രസവിക്കുന്നതോടെ അത് നമുക്ക് പിന്നെയും മനസ്സിലാവും, പ്രസവത്തോടെ പ്രഗ്നൻസി ഒക്കെ സ്ഥിരപ്പെട്ടു. ബട്ട് ഈ 2 വ്യത്യാസം എന്താ? അപ്പോ ചില പണ്ഡിതർ മറ്റൊരു ഹിക്മത്ത് പറയും, അത് സ്ത്രീക്ക് മാത്രമാണല്ലോ വിഷമം പ്രകടിപ്പിക്കാനുള്ള കാലം, അതാണ് ഇദ്ദ. പുരുഷന് 3 ദിവസം പരമാവധി പറ്റൂ. അപ്പൊ ഭർത്താവ് മരിച്ചാലാണ് ഭർത്താവ് തൊലാക്ക് ചെല്ലിയാലുള്ളതിനേക്കാളേറെ സങ്കടമുണ്ടാവുക. അതുകൊണ്ട് അതിന് ദിവസം കൂടുതലായി എന്ന് വേണമെങ്കിൽ ഹിക്മത്തായി പറയാം. പക്ഷെ ഹിക്മത്താണെന്ന് പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, അപ്പൊ ഭാര്യ തന്നെ ഭർത്താവിനെ കൊന്ന വിഷമം ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് ഇരിക്കേണ്ടതെന്ന് ആ ചോദ്യത്തിന് ഹിക്മത്ത് ഉൾക്കൊള്ളുന്നില്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഇസ്ലാമിലെ നിയമങ്ങളുടെ യുക്തി ഇതാണ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് എല്ലാത്തായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് മറുചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങളുടെ പൊരുൾ ഇതാണ്, ഇല്ലത്ത് ഇതാണ്, ഹിക്മത്ത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിന്റെ പോലും പരിഗണനയിൽ വരാത്ത ഒന്നാണ് 5 ലക്ഷങ്ങൾ. അതൊരിക്കലും നിയമനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ 5നെയും കൂടെ ഒന്നാക്കിയിട്ട് പറഞ്ഞൂടെ? ഏറ്റവും ഹിക്മത്തുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ അത് ഇതിനെ വിശകലനം ചെയ്ത് ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അല്ലാതെ അത് വിധി താരതമ്യത്തിന് ഉപയോഗപ്പെടുത്തുന്ന പുതിയ കാലത്തെ രീതി എതിർക്കപ്പെടേണ്ടതാണ്. അതിന് നിങ്ങളെപ്പോലുള്ള പണ്ഡിതരാണ് അതിന്റെ ധർമ്മം നിർവഹിക്കേണ്ടത്.